നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കോവിഡ് ഭീഷണിയെ തുടർന്നുള്ള യാത്രാവിലക്കിൽപ്പെട്ട് വിദേശത്ത് കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കാൻ കേന്ദ്ര സർക്കാർ മുന്നൊരുക്കം തുടങ്ങിയിരുന്നു. ഇത് സംബന്ധിച്ച് സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർക്ക് വിദേശകാര്യ സെക്രട്ടറി കത്തയച്ചു. പ്രവാസികളെ തിരിച്ചെത്തിക്കുന്നതിൽ സംസ്ഥാനങ്ങളുടെ മുന്നൊരുക്കങ്ങളുടെ വിവരങ്ങൾ തേടിയായിരുന്നു കത്തയച്ചത്. ഈ കത്തിന് കേരള സർക്കാർ മറുപടി നൽകിക്കഴിഞ്ഞു. കേരളം ഇതിനായി നടത്തിയിരിക്കുന്ന മുന്നൊരുക്കങ്ങൾ അക്കമിട്ട് നിരത്തിയാണ് കത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഗൾഫ്, യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള ഇന്ത്യക്കാരുടെ വിവരങ്ങളുടെ അടിസ്ഥാനമാക്കിയാവും നടപടികൾ. അതേസമയം പ്രവാസികളെ രാജ്യത്ത് തിരിച്ചെത്തിക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നീക്കം സ്വാഗതാർഹമാണെന്ന് മന്ത്രി KT ജലീൽ പറഞ്ഞു. പ്രവാസികൾ തിരിച്ചെത്തിക്കുന്നതിൻ്റെ മുന്നോടിയായി കേരളം എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിയെന്നും മന്ത്രി ജലീൽ വ്യക്തമാക്കി. നേരത്തെ ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയാൽ കേരളത്തിലേക്ക് എത്തുന്ന പ്രവാസികൾക്കായി സംസ്ഥാന സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കിയിരുന്നു. രാജ്യാന്തര വിമാന സർവീസുകൾ ആരംഭിച്ചാൽ 3 ലക്ഷം മുതൽ 5.5 ലക്ഷം വരെ മലയാളികൾ 30 ദിവസത്തിനകം മടങ്ങിയെത്തുമെന്നാണ് സർക്കാർ തല വിലയിരുത്തൽ. കോവിഡ് പരിശോധനാ ഫലം നെഗറ്റീവാണെങ്കിൽ പോലും 10,000 പേരെ മുതൽ 30,000-ഓളം പേരെ വരെ കോവിഡ് പ്രോട്ടോക്കോൾ അനുസരിച്ച് നിരീക്ഷണത്തിൽ പാർപ്പിക്കേണ്ടി വരും. തിരികെ എത്താൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾ കോവിഡ് ടെസ്റ്റ് നടത്തി നെഗറ്റീവാണെങ്കിൽ നോർക്ക സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം. ഈ രജിസ്ട്രേഷൻ കൊണ്ട് ടിക്കറ്റ് ബുക്കിങ്ങിൽ മുൻഗണന ലഭിക്കില്ല. വിസിറ്റിംഗ് വിസ കാലാവധി കഴിഞ്ഞ് വിദേശത്ത് കഴിയുന്നവർ, വയോജനങ്ങൾ, ഗർഭിണികൾ, കുട്ടികൾ, രോഗികൾ എന്നിങ്ങനെയാണ് മടങ്ങിയെത്തുന്ന പ്രവാസികളുടെ മുൻഗണനാക്രമം നിശ്ചയിച്ചിരിക്കുന്നത്. അതേസമയം മറ്റു പ്രധാന മാർഗനിർദ്ദേശങ്ങൾ ഇപ്രകാരമാണ്. വിമാനത്താവളങ്ങളിലെ പരിശോധനയിൽ രോഗലക്ഷണങ്ങൾ ഉള്ളവർ ഉണ്ടെങ്കിൽ അവരെ ക്വാറന്റൈൻ സെന്ററിലോ കോവിഡ് ആശുപത്രിയിലേക്കോ അയക്കും. യാത്രക്കാരുടെ ലഗേജ് ഉൾപ്പെടെ ഈ സെന്ററുകളിലാവും സൂക്ഷിക്കുക. ആരോഗ്യവകുപ്പിന്റെ നിരീക്ഷണത്തിൽ തുടരേണ്ടി വരും. ഇവരെ സ്വീകരിക്കാൻ വിമാനത്താവളങ്ങളിലെത്താൻ ബന്ധുക്കൾക്ക് അനുവാദമുണ്ടാകില്ല. സ്വകാര്യ വാഹനങ്ങളിൽ ഡ്രൈവർ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ആവശ്യമുള്ളവർക്ക് സ്വന്തം ചിലവിൽ ഹോട്ടലുകളിലും റിസോർട്ടുകളിലും വേണമെങ്കിൽ ക്വാറന്റൈൻ ചെയ്യാനും സാധിക്കും. സമയം കേരളത്തിലേക്ക് വരുന്ന പ്രവാസികൾ യാത്ര തിരിക്കുന്നതിന് മുമ്പ് എത്ര ദിവസത്തിനുള്ളിൽ ടെസ്റ്റ് നടത്തണമെന്ന് ആരോഗ്യവകുപ്പ് ഇനി തീരുമാനിക്കും. വിമാന കമ്പനികളുടെ സർവീസ് പ്ലാൻ, ബുക്കിങ്ങിൻ്റെ എണ്ണം, കേരളത്തിന് പുറത്തുള്ള വിമാനത്താവളങ്ങളിലെത്തുന്ന ട്രാൻസിറ്റ് പാസഞ്ചേഴ്സിൻ്റെ എണ്ണം എന്നിവ ചീഫ് സെക്രട്ടറി തലത്തിൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ, വിമാന കമ്പനികൾ തുടങ്ങിയവരുമായി ചർച്ച ചെയ്യണം. പ്രവാസികളെ വിമാനത്താവളങ്ങളിൽ സ്ക്രീനിംഗ് നടത്താനുള്ള സജ്ജീകരണവും പ്രോട്ടോക്കോളും ആരോഗ്യവകുപ്പും തയ്യാറാക്കണം എന്നിങ്ങനെയാണ് സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്ന പ്രധാന മാർഗനിർദ്ദേശങ്ങൾ. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.